എന്തും കിട്ടിയാൽ സന്തോഷമല്ലേ എല്ലാവർക്കും. സിനിമാ നടനായിട്ട് എന്തും കിട്ടിയാൽ, സിനിമ കൂടെ കിട്ടിയാൽ സന്തോഷം എന്നല്ലേ പറയും. അത് തരുന്നത് മുന്നണിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ, നമ്മളല്ലല്ലോ. സിനിമാ മന്ത്രിയായിരുന്നതിൽ എനിക്ക് അഭിമാനമുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം. സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്നതും ഏറ്റവും പ്രമുഖ കേന്ദ്രം ആന്ധ്രാപ്രദേശാണ്. അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. സിനിമയിൽ മുഖ്യമന്ത്രിമാർ പോലും സിനിമയിൽ നിന്നാണ് വന്നിരുന്നത്. ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എയർ കണ്ടീഷൻ ഇല്ലാത്ത, DTS ഇല്ലാത്ത സാധാരണ തിയേറ്ററുകൾ ധാരാളമുണ്ട് ഇപ്പോഴും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാ തിയേറ്ററുകളും എയർ കണ്ടീഷനാണ്, DTS ആണ്, 4K ആണ്. ഇപ്പം 2Kയിൽ നിന്ന് 4Kയിലേക്ക് മാറി. ഇതെല്ലാം കൊണ്ടുവന്നതിൻ്റെ പുറകിൽ ഞാനുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല. അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ അന്നത്തെ അവരുടെ സംഘടനകൾ പോലും എതിർത്ത ആളുകൾ അവരുടെ സ്വന്തം തിയേറ്റർ തന്നെ നവീകരിക്കുകയും, ഇന്ന് AC-യും DTS-ഉം 4K ഒക്കെ ഇല്ലാത്ത ഏത് തിയേറ്ററിൽ ആരാണ് കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്നത്? 50 രൂപ 60 രൂപ ടിക്കറ്റ് കിടന്ന കേരളത്തിലെ ടിക്കറ്റിനെ 600 രൂപ 700 രൂപ കിടന്ന് സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകളാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ആരും പറഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പറയും ഇയാൾ കൊണ്ടുവന്നതാണ് എന്ന് പറയും. ഞാൻ സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ നവീകരിച്ചു. അവിടെ ആളുകളെ തിരക്ക് കൂടിയപ്പോൾ മറ്റുള്ളവരും എൻ്റെ തിയേറ്ററിൽ ആൾ വരണമെങ്കിൽ നവീകരിച്ചേ പറ്റുമെന്ന ബോധ്യമുണ്ടായപ്പോൾ എല്ലാവരും അത് ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത, DTS ഇല്ലാത്ത, ഈ 4Kയും മറ്റും ഇല്ലാത്ത തിയേറ്ററുകളില്ല. അത് നമ്മളൊരു വലിയ നേട്ടമല്ലേ, കേരളത്തിൻ്റെ ഒരു നേട്ടമല്ലേ ഇത്. അപ്പോൾ അതൊരു ഒരു ബിസിനസ് ലാഭകരമാണ് എന്ന് കാണിച്ചു കൊടുത്താൽ അത് ആളുകൾ പിന്തുടരും. ഒരുപാട് സംരംഭകർ വരും, ഒരുപാട് സംരംഭകരെ കൊണ്ടുവരാം. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഗതാഗത വകുപ്പിലും പുതിയ സംരംഭകരെ, പുതിയ ചെറുപ്പക്കാരെ സംരംഭകരായി കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. കാരണം നിക്ഷേപം വേണം, തൊഴിൽ വേണം. പത്തനാപുരം മണ്ഡലം അവരെ സംബന്ധിച്ച് അങ്ങയുടെ വോട്ടർമാർക്ക് ഇതൊരു വലിയ ഭാഗ്യമാണ്. 3 തവണ അവരുടെ മണ്ഡലത്തിലൊരു മന്ത്രി ഇപ്പോൾ വീണ്ടും സന്തോഷമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. അവരാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. 5 തവണ എന്നെ നല്ല ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച അവരാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പത്തനാപുരത്തിൻ്റെ പുരോഗതിക്ക് ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ, ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് കല്ലിടും. ആരോഗ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കല്ലിടുകയാണ്. 97 കോടി രൂപയാണ്. ഈ മേഖലയിലെ ഏറ്റവും ചിലവേറിയ ആശുപത്രിയും ഏറ്റവും മനോഹരമായ ആശുപത്രിയുമായിരിക്കും പത്തനാപുരം ആശുപത്രി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ന്യൂബോൺ നഴ്സറി പോലുള്ള സംവിധാനങ്ങളൊന്നും ഈ മേഖലകളില്ല. നമ്മൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചാണ് പുനലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്തും എല്ലാം പോകുന്ന കുഞ്ഞുങ്ങളുടെ. ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താൻ അത്തരത്തിലുള്ള എല്ലാ പീഡിയാട്രിക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആശുപത്രിയായിരിക്കും പത്തനാപുരത്ത് വരാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രി കല്ലിടും.